ഓം നമോ നാരായണായ. പുന്നേർകുളം പുരാതന ക്ഷേത്രങ്ങൾക്കും കാവുകൾക്കും പേരുകേട്ടതാണ്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പുന്നേർകുളത്താണ് ഗോവിന്ദപുരം വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലാണ് ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന പ്രധാന ദേവൻ വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ സങ്കല്പം വാർദ്ധക്യകാല രൂപമായ വിഷ്ണുവിൻ്റെ രൂപമാണ്. ഏകദേശം 5 അടി ഉയരമുള്ള ഈ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമുള്ളതാണ്. ഗണപതി, അയ്യപ്പൻ, ദക്ഷിണാമൂർത്തി, ഹനുമാൻ, ഭദ്രകാളി, യോഗീശ്വരൻ, നാഗരാജാവ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ക്ഷേത്രത്തിലെ കുളം പുന്നേർകുളം എന്ന് അറിയപ്പെടുന്നു. പുന്നേർകുളം ഗോവിന്ദപുരം ക്ഷേത്രത്തെക്കുറിച്ച് കോക സന്ദേശത്തിൽ പറയുന്നുണ്ട്. ചരിത്രമനുസരിച്ച് ഇത് വന്നേരി ഗ്രാമത്തിലെ ഒരു ക്ഷേത്രമാണ്. ആൽത്തറ സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രം. നല്ല ഗ്രാമാന്തരീക്ഷത്തിൽ വിശാലമായ ക്ഷേത്രം, നല്ല മതിൽക്കെട്ടും കുളവും ആലും എല്ലാം ഒത്തിണങ്ങിയ ഒരു ക്ഷേത്രം. കുളം പറയാതിരിക്കാൻ വയ്യ, അത്രയും നന്നായി പരിപാലിച്ചിട്ടുണ്ട് കുളം. പടവുകളൊക്കെ വളരെ നല്ലതാണ്, തീരെ വഴുക്കലില്ല. അത് കാരണം സുഖമായിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റി. അത്ര ശാന്തമായൊരു സ്ഥലത്ത് കുളം. നമുക്കൊരു കടൽ തീരത്ത് നിൽക്കുന്ന ഒരു അനുഭൂതി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ കാറ്റ് വന്ന് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മഴക്കാലമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂടുമല്ലോ. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. കുളത്തിലൊക്കെ ഇരുന്ന് കളിച്ചു. അത്രയും നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. കുട്ടികൾക്കൊക്കെ നീന്തി കളിക്കാൻ പറ്റിയ ഒരു കുളം തന്നെ. അതൊരു ഭാഗ്യം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ കുളങ്ങൾ ഇങ്ങനെ കാണുന്നത് തന്നെ. ഇനി അടുത്തത് ഇവിടെ കൊടിമരമാണ്. പിന്നെ ഇന്ന് ഈ അമ്മക്കുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ. ദേശനാഥൻ്റെ കൊടിമര നിർമ്മാണത്തിന് വേണ്ടിയുള്ള പുണ്യ പദ്ധതികളാണ് അവിടെ നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കാളികൾ ആവുക. ക്ഷേത്രവും കൊടിമരവും വളരെ ബന്ധമുള്ളതാണല്ലോ. നമുക്ക് ശരീരത്തിന് നട്ടെല്ല് പോലെയാണ് ക്ഷേത്രത്തിന് കൊടിമരം. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ.